അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹറമിലാണ്. അള്ളാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമഅ. ദിവസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. അതുപോലെ അഫ്ളലുൽ അയ്യാമി യൗമുൽ ജുമഅ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിക ആദം, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീ ഉഖ്രിജ മിൻഹാ, സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വലാ തഖൂമുസ്സാഅത്തു ഇല്ലാ ഫീ യൗമിൽ ജുമഅ, ഖിയാമത്ത് നാൾ വെള്ളിയാഴ്ച ദിവസമല്ലാതെ ഉണ്ടാവുകയില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കുന്നവരാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, നേരത്തെ പള്ളിയിലേക്ക് പോകുക. പൂർവികരൊക്കെ ചെയ്തിരുന്നതാ. നേരെ സൂര്യനുദിച്ച് നേരെ പള്ളിയിലേക്ക് തർക്കിച്ചു പോയിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസമായാൽ, കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ, പള്ളിയുടെ എല്ലാ വാതിലിൻ്റെ അവിടെയും അല്ലാഹു തആല മലക്കുകളെ നിർത്തുകയാണ്. ആ മലക്കുകൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം, യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വരുന്നവരെ പേര് അവർ ആ ലിസ്റ്റിൽ ഇങ്ങനെ എഴുതി വെക്കും. ഫഇദാ ജലസൽ ഇമാം, അങ്ങനെ ഇമാം ഖുതുബക്ക് കയറിയാൽ ആ ഏട് ചുരുട്ടി വെക്കും. വജാഉ യസ്തമിഊന ദിക്റ, അവരെന്നിട്ട് ഖുതുബ കേൾക്കും. ഈ എഴുതി വെക്കുന്നത് എന്തിനാ? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യം എത്തിയവർക്കുള്ള പ്രതിഫലം ഒട്ടകത്തെ കല്ലദീയുഹ്ദിൽ ഇബില, ഒട്ടകത്തെ ഹദിയ ചെയ്ത പ്രതിഫലം കിട്ടുന്നു. രണ്ടാമത് വരുന്നവർക്ക് കല്ലദീ ബഖറത്തൻ, പശുവിനെ അറുത്ത് ഹദിയ ചെയ്ത പ്രതിഫലം കിട്ടുന്നു. മൂന്നാമത് യുഹുദിൽ കബിശ, ആടിനെ അറുത്ത് പ്രതിഫലം ഹദിയ ചെയ്ത പ്രതിഫലം കിട്ടുന്നു. നാലാമത് കോഴിയുടെ പ്രതിഫലം ഹദിയ ചെയ്ത പ്രതിഫലം കിട്ടുന്നു. അഞ്ചാമത്തെ കോഴിമുട്ടയുടെ പ്രതിഫലം കിട്ടുന്നു. വലിയ പ്രതിഫലങ്ങളാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളിൽ അല്പം പറയുന്നു. ഇന്ന് നല്ല കുളിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ഒരുത്തൻ കുളിച്ചാൽ, അതുപോലെ തന്നെ എണ്ണ തേച്ചാൽ, അതുപോലെ തന്നെ നേരത്തെ പള്ളിയിൽ പോയാൽ, അതുപോലെ നഖം മുറിച്ചാൽ, ഇങ്ങനെ ഒരുപാട് അത്തർ സുഗന്ധം തേച്ചാൽ അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കുളി, അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ എണ്ണ തേച്ച് റാഹത്തായിട്ടൊരു കുളിക്കുക. നഖം വെട്ടുക വലിയ സുന്നത്താണ്. ഈ നഖം വെട്ടുക എന്നുള്ളത് വലിയ സുന്നത്ത് എന്ന് മാത്രമല്ല, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബിൻ്റെ ഒരു ചര്യ നമുക്ക് അനുധാവനം ചെയ്യാം. ആ നഖം വെട്ടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്തുണ്ട്. എങ്ങനെയാണ്? അയ്യുബ്ദ ബിമുസബ്ബഹതി ബിയമീനിഹി, നഖം വെട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ റോൾ മോഡലാക്കിയിട്ടാണ്. നമ്മൾ നിസ്കരിക്കുന്നു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ച് കാണിച്ചെന്ന് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഞാൻ എങ്ങനെ ഖുതുബ ഓതി കാണിച്ചെന്ന് അതുപോലെ നിങ്ങൾ ഖുതുബ ഓതണം. അതുപോലെ തന്നെ ഖുദൂ അന്നി മനാസിക്കക്കും, നമ്മുടെ ഇഷ്ടാനുസരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്തു തന്നു അതുപോലെ നിങ്ങൾ ചെയ്യണം. ഞാൻ എങ്ങനെ ഉംറ ചെയ്തു തന്നു അതുപോലെ ചെയ്യണം. അങ്ങനെ ചെയ്താലേ പ്രതിഫലം കിട്ടുള്ളൂ. ഇതിനൊരു സുന്നത്ത് നമ്മളൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നൊരു സുന്നത്ത് നമുക്കെന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ചര്യ നമുക്ക് അനുധാവനം ചെയ്യാൻ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്,
പിന്നെ നഖം വെട്ടുമ്പോൾ ആദ്യം അയ്യുബുദ അബിമുസബിഹത്തി ബിയമീനിഹി, വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൽ നിന്ന് തുടങ്ങുക ചെറുവിരൽ വരെ, ഇവിടുന്ന് തുടങ്ങി ചെറുവിരൽ വരെ, പിന്നെ തള്ളവിരൽ. ഇടത്തെ കൈയിൻ്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി തള്ളവിരൽ വരെ, വലത്തെ കാലിൻ്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടത്തെ കാലിൻ്റെ ചെറുവിരൽ വരെ. ഇങ്ങനെ ചെയ്താൽ ഒരുപാട് പ്രതിഫലം എന്ന് മാത്രമല്ല ഒരുപാട് നേട്ടങ്ങളുണ്ട്. അവർക്ക് ലം യറാഫി ഐനിഹി റമദാ, അവർക്ക് കണ്ണു രോഗം വരൂല. ഇതിന് എന്താ ലോജിക്ക് എന്ന് വെച്ചാൽ ഒരു ലോജിക്കില്ല. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു തന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ നഖം വെട്ടൽ വെള്ളിയാഴ്ച ദിവസം, അതുപോലെ വ്യാഴാഴ്ച അസർക്ക് ശേഷം നഖം വെട്ടിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ പറഞ്ഞു, മൻ അറാദ അയ്യമനൽ ഫഖറ വശികായത്തൽ അമ വൽ ബറസ വൽ ജുനൂന ഫൽയുകല്ലിം അൽഫാറുഹു യൗമൽ ഖമീസി ബഅദൽ അസ്ർ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിത്തിരി ദാരിദ്ര്യം വരാതിരിക്കാൻ, അതും ദാരിദ്ര്യം എനിക്ക് ഒഴിവായി കിട്ടണം. അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെടാതെ എനിക്ക് റാഹത്തായി കിട്ടണം. അതുപോലെ വെള്ളപ്പാണ്ട് ഒഴിവായി കിട്ടണം. ജുനൂൻ, ഭ്രാന്ത്, വളരെ മാരകമായ കാര്യങ്ങളാണ്. ഇതൊന്നൊക്കെ നിങ്ങൾക്ക് സംരക്ഷണം വേണോ? ഫൽ യുകല്ലിം അൽഫാറുഹു യൗമൽ ഖമീസി ബഅദൽ അസ്ർ. വ്യാഴാഴ്ച അസറിസ്കാരത്തിന് ശേഷം നഖം വെട്ടിക്കോളിയും. ഇതിനൊക്കെ മോചനാണ്. കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുത്താല രക്ഷപ്പെടുത്തും. പിന്നെ വെള്ളപ്പാണ്ടിൽ നിന്ന് അള്ളാഹുത്താല രക്ഷപ്പെടുത്തും. ഭ്രാന്തിൽ നിന്ന് അള്ളാഹുത്താല രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. സുന്നത്ത് ചെയ്യാം. അതുപോലെ യമുസ്സമിൻ തീബിഹി, സുഗന്ധം പൂശുക വളരെ സുന്നത്താണ്. അത്തീബു മിൻ സുന്നത്തി മുഹമ്മദുർ റസൂലുള്ളാഹി, സുഗന്ധം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ലേ, മൻ നളഫ സൗബഹു ഖല്ല ഹമ്മുഹു വമൻ സാദ രീഹുഹു സാദ അഖലുഹു. ഒരാൾ നല്ല ഡ്രസ്സ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ, വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചാൽ അവൻ്റെ ഹമ്മ് നീങ്ങും. അതുപോലെ വമൻ സാദ രീഹുഹു സാദ അഖലുഹു, ഒരു നല്ല അത്തറൊക്കെ തേച്ച് റാഹത്തായിട്ട് ഇതായിക്കഴിഞ്ഞാൽ അവനെന്താണ്, ബുദ്ധി വർദ്ധിക്കും. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ നല്ല ഡ്രസ്സ് ധരിക്കുക. അത് ഡ്രസ്സിൽ തന്നെ വെള്ളിയാഴ്ച പ്രത്യേകം ശ്രദ്ധിച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് വെള്ള ഡ്രസ്സായാൽ ഏറ്റവും നന്നായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്, മൻ യഗ്തസല യൗമൽ ജുമഅ വലബിസ മിൻ അഹ്സനി സിയാബിഹി. ഒരുത്തൻ നല്ല ഡ്രസ്സ് ധരിച്ചു, ആ ഉള്ളതിൽ ഏറ്റവും നല്ലത് അത് വെള്ള വസ്ത്രമാവാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് മറ്റുള്ളത് തെറ്റാണെന്ന് പറയുന്നില്ല, വെള്ള വസ്ത്രം ധരിക്കുന്നതിൽ പ്രത്യേകമായ ശ്രേഷ്ഠത റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെള്ളിയാഴ്ചയിൽ പാലിക്കേണ്ട മര്യാദകളാണ്. ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാള, നിങ്ങൾ ഡ്രസ്സുകളിൽ വെള്ള ഡ്രസ്സ് ധരിക്കുക. വകഫിനു ഫീഹാ മൗത്താക്കും, നിങ്ങൾ മരിച്ചാൽ കഫൻ ചെയ്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് അതിലാണല്ലോ, അതുകൊണ്ട് വെള്ള വസ്ത്രത്തിന് പ്രാധാന്യം നൽകുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് ദുആക്ക്. ഞാൻ പല ക്ലാസ്സുകളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഇന്ന ഫിൽ ജുമഅത്തി ലസാഅത്തൻ ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. അള്ളാഹിനോടൊരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്ത് ഹൈർ ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. അവനത് നൽകും. അനുഭവങ്ങളാണ്. ഈ സമയം ഏതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച അസ്റിന് ശേഷം മഗ്രിബിൻ്റെ മുമ്പ് വരെ ആ സമയം അതിലാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇമാമ് മിമ്പറയിൽ കയറി ഖുതുബ നടത്തുന്ന സമയമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാമ് രണ്ട് ഖുതുബയുടെ ഇടയിലുള്ള ഇരുത്തത്തിൽ അത് കുറിക്കൊള്ളുന്ന ദുആയാണ് പ്രിയപ്പെട്ടവരെ. സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമ്മളൊക്കെ മുൻ ക്ലാസ്സുകളിൽ ഞാൻ ക്ലാസ് ഇതിലിട്ടിട്ടുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സൂറത്തുൽ കഹ്ഫിൻ്റെ മഹത്വം. വെള്ളിയാഴ്ച പാരായണം ചെയ്തതിൻ്റെ മഹത്വം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ടതാണ് ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീ
നിങ്ങൾ എൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് വെള്ളിയാഴ്ച പ്രത്യേകമായി വർദ്ധിപ്പിക്കുക. അതെനിക്ക് വെളിവാക്കപ്പെടുന്നതാണ്. സ്വലാത്തിൻ്റെ മഹത്വം നമ്മളൊരു വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ പരിശുദ്ധമായ 10:10 ഇനി ജുമായ്ക്ക് ഞങ്ങളൊക്കെ ഹറമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സഫലീകരിക്കണേ അല്ലാഹ്. നീ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ മക്ക ഹറമിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ദുആയിൽ അവരൊക്കെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം, അപകട മരണം, മാരക രോഗങ്ങളും ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലീങ്ങളെയും കാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.